നല്ല നടനുള്ള ഈ വർഷത്തെ അവാർഡ് വി.ഡി. സതീശന്. പ്രിയമുള്ളവരെ, KPCC ഏർപ്പെടുത്തിയ നല്ല നടനുള്ള അവാർഡ് ഇത്തവണ വി.ഡി. സതീശൻ കരസ്ഥമാക്കി എന്നാണ് വിവരം. അദ്ദേഹത്തെ അവാർഡിന് പരിഗണിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഭാവവ്യത്യാസമില്ലാതെ വിവിധ വേഷങ്ങൾ കതറിട്ടുകൊണ്ട് തന്നെ ഭാവപ്പകർച്ച കൂടാതെ ആടുവാനുള്ള ആ സ്വതസിദ്ധമായ കഴിവ് പരിഗണിച്ചാണത്രേ സതീശന് ഇത്തവണത്തെ നല്ല നടനുള്ള അവാർഡ് കൊടുത്തത്. ഇയാളുടെ അഭിനയങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പച്ചാളംബാസി അധ്യക്ഷനായ ജൂറി ഇന്നലെ പറവൂരിലെ ഇയാളുടെ ആ അഭിനയം കണ്ടിട്ടാണ് പെട്ടെന്ന് തന്നെ ആ അവാർഡ് പ്രഖ്യാപിച്ചത്. സതീശന്റെ പറവൂരിൽ നടത്തിയ ഇന്നലത്തെ ആ അഭിനയം നമുക്കൊന്ന് കണ്ടിട്ട് ഉടനെ മടങ്ങി വരാം. എനിക്ക് എല്ലാമായ എൻ്റെ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ ഞാൻ ഈ സ്വീകരണം ഏറ്റുവാങ്ങി ഈ ഹാൾ ഇവിടേക്ക് കടക്കുമ്പോൾ ഞാൻ കരയാതിരിക്കാൻ ഒരുപാട് പാടുപെട്ടു. കാരണം കഴിഞ്ഞ 4 നൂറ്റാണ്ട് കാലമായി എന്നെ നടത്തുന്ന ഇന്ധനവും എൻ്റെ ഊർജവും എൻ്റെ എല്ലാം നിങ്ങളാണ്. ഇന്ന് ഞാൻ ഈ യാത്ര നടത്തുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ആശയങ്ങൾ UDFൻ്റെ ആശയങ്ങളുമായി ചേർത്ത് വെച്ച് നമ്മുടെ നാടിനൊരു മാറ്റമുണ്ടാക്കാൻ കഴിയും എന്നെൻ്റെ ആത്മവിശ്വാസം എനിക്ക് പകർന്നു തന്നതെല്ലാം നിങ്ങളാണ്. ഞാൻ ഒന്നുമല്ലാതെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന സമയത്തും നിങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബത്തിലെ ഒരു അംഗമായി നിങ്ങൾ എന്നെ വാത്സല്യത്തോടുകൂടി ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എവിടെ പോയാലും ഞാൻ കരയ്ക്ക് പിടിച്ചിട്ട മീനിനെ പോലെയാണ്. എനിക്ക് അവസാനം ഇവിടെ എത്തണം. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വാത്സല്യത്തിൻ്റെ തണലിൽ വളർന്നു വന്ന ഒരാളാണ് ഞാൻ രാഷ്ട്രീയത്തിൽ. അതുകൊണ്ട് ഈ യാത്ര വളരെ നിർണായകമായ കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ട ഈ യാത്രയുമായി ഞാൻ ഇവിടെ വരുമ്പോൾ ഞാൻ വീണ്ടും നിങ്ങൾ എനിക്ക് നൽകുന്ന ഈ മുഴുവൻ പിന്തുണയുമായിട്ടാണ് ഞാൻ വീണ്ടും യാത്ര തുടരുന്നത്. നമുക്കറിയാം, കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയാഭിലാഷങ്ങൾ യാഥാർത്ഥ്യമാക്കേണ്ട ചുമതലയാണ് നമുക്കുള്ളത്. ഈ 10 വർഷക്കാലത്തെ ഈ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് ഒരു പുതുയുഗത്തിന്റെ പിറവി കേരളത്തിൽ ഉണ്ടാകണം എന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. സതീശൻ ഇന്നലെ പരവൂരിൽ കരയുകയായിരുന്നു, വിതുമ്പുകയായിരുന്നു ഒക്കെ മനസ്സിലാക്കുവാൻ സാധിച്ചത് എങ്ങനെയാണെന്നറിയാമോ? ഈ കേക്കച്ചൻ്റെ പാണന്മാർ ഈ വിതുമ്പുന്ന രംഗങ്ങൾ കൃത്യമായി കട്ട് ചെയ്ത് ഒരേ അളവിൽ എല്ലാ മാധ്യമങ്ങൾക്കും കൃത്യമായ അടിക്കുറിപ്പും അതുപോലെ തന്നെ എന്താണ് പറയേണ്ടതെന്നുള്ള സ്ക്രിപ്റ്റും എഴുതി മാധ്യമങ്ങൾക്ക് നൽകി. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, സകല മാധ്യമങ്ങളിലും ഈ കേക്കച്ചൻ്റെ ഈ വിതുമ്പലും ഈ ഏങ്ങലടിയും ഒക്കെ തുടങ്ങുന്നത് ഒരേ ഡ്യൂറേഷനിലും എൻഡ് ചെയ്യുന്നതും ഒരേ ഡ്യൂറേഷനിലാണ്. ഇതിനർത്ഥം PR ഏജൻസികൾ കൃത്യമായി ഈ രംഗം ആ പ്രസംഗത്തിൽ നിന്നും കട്ട് ചെയ്ത് പത്രക്കുറിപ്പ് അടക്കം മാധ്യമങ്ങൾക്ക് കൊടുത്തത് കൊണ്ടാണ് ഇതുപോലെ ഒരേപോലെ എല്ലാ മാധ്യമങ്ങളിലും വന്നത്. എന്നിട്ട് നിങ്ങൾ തന്നെ പറ, ഇതുപോലൊരു നടൻ ഈ കേരളത്തിലുണ്ടോ? അത് വിതുമ്പുവാണ് എന്ന് വരുത്തുവാൻ അദ്ദേഹം പെടാപ്പാടുപെടുന്നത് നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ, ആ വീഡിയോയിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. പറവൂരിലെ ജനങ്ങളുടെ മുന്നിൽ വന്നപ്പോൾ ഈ നെട്ടൂരിലെ പഴയ മണി ചെയിൻ തിട്ടപ്പുകാരൻ വിതുമ്പിപ്പോയെന്ന്. കേരളത്തിലുള്ള സകല ജനങ്ങൾക്കും അറിയാം കഴിഞ്ഞ 25 കൊല്ലം ഇയാൾ എങ്ങനെയാണ് ജയിച്ചു വന്നതെന്ന്. ഈ സതീശൻ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ കാര്യമായി ഒന്നും ശ്രദ്ധിക്കാറില്ലായിരുന്നു. ഈ രാഹുൽ മാങ്കുട്ടത്തിൽ വിഷയം വന്നതോടുകൂടി മാത്രമാണ് ഈ കേക്കച്ചനെ അല്ലെങ്കിൽ ഈ സതീശനെ സാധാരണ ജനങ്ങളൊന്ന് ശ്രദ്ധിച്ചു തുടങ്ങിയത്. അതുവരെ കുതുകാലുവിട്ടും ഒതുക്കും ഒക്കെയായി ഇയാൾ സൈഡ് വാരം ഇങ്ങനെ പോകുന്നത് ഈ നേതാക്കന്മാരുടെ ഇടയിൽ മാത്രമേ ഇയാൾ ശ്രദ്ധിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പൊതുജനങ്ങളുടെ ഇടയിൽ ഇയാൾ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്, ഒരു സംസാര വിഷയമായത് ഈ രാഹുലിനെ തേൻകണിയിൽപ്പെടുത്തിയതോടുകൂടി അതിനുശേഷമാണ്. ഈ സതീശൻ നടത്തുന്ന തേൻകണി യാത്ര എത്തുന്ന ഓരോ വേദികളും മാത്രം നോക്കിയാൽ മതി ഇയാളുടെ ആ അഭിനയ തികവും മികവും ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഓരോ സ്ഥലങ്ങളിലും ഓരോ തരത്തിലുള്ള അഭിനയങ്ങൾ കാഴ്ചവെച്ച് മുന്നേറുകയാണ്. പക്ഷേ ഇയാളുടെ
ആ കള്ളി വെളിച്ചത്തായിരിക്കുകയാണ് ഇയാളുടെ മുഖംമൂടി നമുക്ക് വലിച്ചു കീറുവാൻ സാധിച്ചിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ഇയാൾ കോടികൾ ഈ ഇമേജ് വർധനയ്ക്ക് വേണ്ടിയും PR വേണ്ടിയും നടത്തുമ്പോൾ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തെ VD സതീശൻ എന്ന് പറയുന്ന ഈ പഴയ മണി ചെയിൻ തട്ടിപ്പുകാരിലേക്ക് ഒതുക്കുവാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ കേന്ദ്രീകരിക്കുവാൻ ശ്രമിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ സത്വമാണ് എന്ന് ആരും തിരിച്ചറിയുന്നില്ല. നമ്മൾ ഓർക്കുക, എത്രയോ വലിയ വിഷയങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെ തരികിടകളും തെമ്മാടിത്തരങ്ങളുമാണ് പിണറായി സർക്കാർ ചെയ്യാൻ ശ്രമിക്കുന്നത് നോക്കുക. ഇതാ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടി. താൽക്കാലിക ജീവനക്കാരെ തിടുക്കപ്പെട്ട് സ്ഥിരപ്പെടുത്തുവാനുള്ള ആ നീക്കം ബഹുമാനപ്പെട്ട ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ്. അതിനെതിരെ ഒന്ന് പ്രതിഷേധിക്കുവാനും ഇവന്മാർക്ക് ഇതുവരെ സാധിച്ചോ? ഇല്ല. അതുപോലെ തന്നെ കുത്തഴിഞ്ഞ ആരോഗ്യരംഗം. ആ ആരോഗ്യരംഗത്ത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങൾ ഇപ്പോഴും ചികിത്സയ്ക്കായി സമീപിക്കുന്നത് സർക്കാർ മെഡിക്കൽ കോളേജുകളെയും താലൂക്ക് ആശുപത്രികളെയും ജനറൽ ആശുപത്രികളെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെയും ഒക്കെയാണ്. അവിടുത്തെ ഡോക്ടർമാർ ഒന്നടങ്കം ഈ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് തെരുവിൽ ഇറങ്ങിയിരിക്കുകയാണ്. അവരെ നിയന്ത്രിക്കുവാനോ നിലയ്ക്ക് നിർത്തുവാനോ ഈ സർക്കാരിന് സാധിക്കുന്നില്ല. അതിനെതിരെ പ്രതികരിക്കുവാൻ, അതിനെതിരെ ശക്തമായി പോരാടുവാൻ മുന്നിട്ടിറങ്ങേണ്ടുന്നത് ഇവിടുത്തെ പ്രതിപക്ഷമാണ്. ഗുണവും മണവും ഇല്ലാത്ത കുറേവന്മാരെ, മിടുക്കന്മാരായ രാഹുൽ മാങ്കുട്ടത്തെ പോലെയുള്ളവരെയൊക്കെ മാറ്റി നിർത്തി വെറും കിഴങ്ങേശ്വരന്മാരെ ആ പദവികളിൽ പ്രതിഷ്ഠിച്ച് അവന്മാർ എവിടെയാണെന്ന് പോലും നമുക്കറിയത്തില്ല. ഇതൊന്നും ഇവിടെ ചർച്ചയാകുന്നില്ല. സതീശന്റെ തേൻകണി യാത്ര, സകലതും സതീശനിലേക്ക്, സതീശന്റെ PR-ലേക്ക്, സതീശനെ കുറച്ച് ഏറാൻ മൊളികൾ ചുമന്നുകൊണ്ടുപോകുന്നത്, പുലി കളിക്കുന്നവരുടെ വയറ്റിൽ സതീശന്റെ ഫോട്ടോ വെച്ച് തുള്ളുന്നത്. ജനങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത് കഴിഞ്ഞ 10 കൊല്ലമായി ഭരണമില്ലാതിരിക്കുന്ന ഈ പാർട്ടിക്ക് എവിടുന്നാണ് ഇത്രയും പണം, ആരാണ് ഇവരെ ഫണ്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം ജനങ്ങളെ കബളിപ്പിക്കുവാനുള്ള പ്രഹസനമാണെന്ന് മനസ്സിലാക്കുക. ഈ കോടികൾ ഈ സതീശന്റെ ഇയാളുടെ ഈ പ്രഹസന യാത്രയ്ക്ക് വേണ്ടി തൃശ്ശൂരിലൊക്കെ എത്ര കോടിയാണ് ഇയാളുടെ ഈ തേൻകണി യാത്രയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു മാസക്കാലം ഈ തേൻകണി യാത്രയ്ക്ക് ഇതുപോലെ ആളെ കൂട്ടുവാനും ആ കൂടുന്നവർക്ക് ശാപ്പാടും മദ്യം മേടിച്ചു കൊടുക്കുവാനും അതിൻ്റെ മറ്റുള്ള ക്രമീകരണങ്ങൾക്കുമായി കോടാനുകോടികൾ, സഹസ്ര കോടികൾ ചെലവഴിക്കേണ്ടി വരും. ഈ പണം ഇവർക്ക് എവിടുന്നാണ്? ആരാണ് ഇവർക്ക് ഈ ഫണ്ട് കൊടുക്കുന്നത്? ഇതൊന്നും യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ തകർത്താടുകയാണ് VD സതീശൻ എന്ന് പറയുന്ന ആ പഴയ നെട്ടൂർ കേക്കച്ചൻ. പിണറായി വിജയനും ഇയാളും തമ്മിലുള്ള അന്തർധാര കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. ഈ VD സതീശനെ വിമർശിച്ചതിനാണ് ഇവരുടെ രണ്ടുപേരുടെയും ആവശ്യമാണ് രാഹുൽ മാങ്കുട്ടത്തിൽ വിഷയം തിരഞ്ഞെടുപ്പ് വരെ ആളെ കത്തിച്ചു കൊണ്ടുപോകുക എന്നത്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ആ ഭരണ വിരുദ്ധ വികാരം മറയ്ക്കുവാൻ ഒരു മറ ആവശ്യമാണ്. സതീശനെ സംബന്ധിച്ചിടത്തോളം സതീശനും പാർട്ടിയിൽ ഒരു ഇതുപോലുള്ള ചെറുപ്പക്കാരന്മാരുടെ നിര ഉയർന്നു വരാൻ പാടില്ല. അതിനുവേണ്ടി ഈ പിണറായിയും ഈ സതീശനും സംയുക്തമായി നടത്തുന്ന ആ രാഹുൽ വേട്ട നമ്മൾ മനസ്സിലാക്കണം. ഇത് ഇവർ തമ്മിലുള്ള സംഘടിതമായ ഒരു ഓപ്പറേഷനാണെന്ന് മനസ്സിലാക്കിയാണ് i2 ന്യൂസ് മിഷൻ 250 എന്ന ക്യാമ്പയിൻ തന്നെ ആരംഭിച്ചത്. കോടതിയിൽ തിരിച്ചടി നേടിയിട്ടും യാതൊരു കുലുക്കവുമില്ലാതെ ഭാവവ്യത്യാസവുമില്ലാതെ ഇവർ ഇപ്പോഴും അവരുടെ അജണ്ടയുമായി മുന്നോട്ട് പോവുകയാണെന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. ഈ VD സതീശൻ എന്ന് പറയുന്ന ഈ നരാധമന്റെ, ഈ നടന്റെ, ആ പഴയ നെട്ടൂരിലെ ആ കൊടും ക്രിമിനൽ, അവന് യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ തകർത്താടി അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് നാടകമാണെന്ന് ജനങ്ങൾ തിരിച്ചറിയണം. അതിനുവേണ്ടിയാണ് നമ്മൾ മിഷൻ 250 ആരംഭിച്ചത്. ആ മിഷൻ 250ലേക്ക് ഇപ്പോഴും ആയിരക്കണക്കിന് ജനങ്ങൾ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാഹുലിന് നീതി തേടിയുള്ള ആ മിഷൻ 250യുടെ 131 ദിനമാണെന്ന് i2 ന്യൂസ് റിയാക്ട് റൈറ്റിലേക്ക് ലഭിച്ച ജനങ്ങളുടെ പ്രതികരണങ്ങൾ കേട്ടാലും. ഇവര് രാഹുൽ മാങ്കൂട്ടത്തിനെ എടുത്തിട്ടില്ല. ഇവർ ആരാ ആൺകുട്ടിയായിട്ട് അതിലുള്ളത്? കോൺഗ്രസില് ആൺകുട്ടിയായിട്ട് ആരല്ലത്? സാഫിയും രാഹുൽ വിട്ടു കഴിഞ്ഞാൽ ഇനി ആരല്ലത്? അവൻ ഇപ്പൊ സന്ദീപ് വാര്യര് അവിടെ ഇവിടെയും പാരം പണിതിട്ടിരിക്കുന്നു. അവനെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു ഇവര്? സത്യം പറയാ, എന്നെ എഴുതി വെച്ചോളി. ഞാൻ പറയണേ, കോൺഗ്രസ് തിരിച്ചും തോക്കും. ഇവർക്ക് 30 സീറ്റ് ഉണ്ടായിരുന്നു, ഇന്ന് 20 സീറ്റ് കൂടി കിട്ടില്ല. ഇപ്പൊ BJP കമ്മ്യൂണിസ്റ്റും ചേർന്നിട്ട് അവർ ജയിപ്പിക്കും BJPനെ. നോക്കി, BJP കുറഞ്ഞത് ഒരു 10 സീറ്റായാലും കിട്ടും. അത് കിട്ടുമ്പോ ഇവർക്കറിയാം
പാലക്കാട് രാഹുൽ മാങ്കൂട്ടം നിന്നിട്ടില്ല പറഞ്ഞാൽ അവര് തോക്കും. സൗദി നാണേ VD സതീശനെയും രമേശ് ചെന്നിത്തലയും തോൽപ്പിക്കാൻ പറ്റുന്ന എന്തെല്ലാം കാര്യം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണം. ഇത്രയും ദിവസം ഞാൻ ഇപ്പോഴും ഇതിന്റെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തെ പറ്റി ലാസ്റ്റ് ഇതും കണ്ടിട്ടിരിക്കുകയാണ്. വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനും ആ ഒരു ചങ്കൂറ്റത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. പ്രത്യേക സതീശനെയും രമേശ് ചെന്നിത്തലയും തോൽപ്പിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള തീരുമാനം എടുക്കണം. പിണറായിയുടെ വിശ്വസനാണ് സതീശൻ. അവന്മാരാണ് കളിക്കുന്നത് കൂടുതൽ. ഇവന് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു സീറ്റ് എന്തായാലും കിട്ടിയേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് പാലക്കാട് തന്നെ നിന്ന് മത്സരിക്കണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വിളിക്കുന്നേ. ഞാൻ സാറിന്റെ വീഡിയോകളൊക്കെ കാണുന്നുണ്ട്. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിന് വേണ്ടി സംസാരിക്കാനാണ് വിളിച്ചത്. ഇപ്പോ രാഹുലിനെ പാലക്കാട് മത്സരിക്കാൻ സീറ്റൊന്നും കൊടുക്കാത്തൊരവസ്ഥയിലാണല്ലോ. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്താ പറയാ, കോടതി ഓൾറെഡി ഇപ്പൊ എല്ലാത്തിനും ജാമ്യം കൊടുത്ത് വിട്ടയച്ചിട്ടുണ്ടല്ലോ. ആരും പുണ്യാളന്മാരല്ല. എല്ലാവർക്കും ചെറിയ ചെറിയ തെറ്റുകളും കുറ്റങ്ങളും പറ്റും. നമ്മളാരും ദൈവമല്ല. ദൈവമാണെങ്കിലല്ലേ ഒരു തെറ്റും പറ്റാത്തവരുള്ളൂ. സാറിനാണെങ്കിലും എനിക്കാണെങ്കിലും ഒക്കെ ചെറിയ ചെറിയ തെറ്റുകൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവും. ആ കുട്ടി ആ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു വരട്ടെ. പിന്നെ ഈ കമ്മ്യൂണിസ്റ്റിൽ തന്നെ 10-ലധികം ആളുകൾ ഇത്തരം കേസുകളിൽ കുടുങ്ങി അവരെ ആരും LDF പുറത്താക്കിയിട്ടില്ല. അവരെല്ലാവരും ഇപ്പോഴും അവരുടെ പാർട്ടിയിൽ വലിയ വലിയ സ്ഥാനങ്ങൾ വെച്ച് കൊടുത്തോണ്ടിരിപ്പുണ്ട്. പിന്നെ അവര് തന്നെ ഇപ്പൊ തിരിച്ച് കോൺഗ്രസിലേക്ക് വന്നിട്ട്, കമ്മ്യൂണിസ്റ്റ് BJP വന്നിട്ട് അവർക്കൊക്കെ നിൽക്കാൻ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് പണ്ട് അപ്പൂപ്പന്മാരൊക്കെ ആയിട്ട് കോൺഗ്രസ് പാർട്ടിയിലുള്ള ഞങ്ങൾ ഇത് കണ്ടുകൊണ്ട് വെറുതെ ഇരിക്കണം. അല്ല, ഇത് കണ്ടോ, അതായത് കോടതി ഇപ്രകാരം ഒരു തീരുമാനമെടുത്തു. കോടതിയുടെ ഫൈൻഡിങ്സ് കൃത്യമായിട്ട് പറഞ്ഞിട്ട് പോലും ഇവന്മാര് ഇയാളെ തിരിച്ചെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ സ്പഷ്ടമല്ല. ഇവനെ തീർക്കാൻ വേണ്ടി ഇവന്മാര് തന്നെ ഒരുക്കിയ കെണിയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞത് ശരിവെക്കുന്നതല്ലേ അത് ഇവന്മാരുടെ ആ ഇപ്പോഴത്തെ നിലപാട്? ഞാൻ ചോദിക്കുന്നത് ഈ നമ്മുടെ ഈ കോൺഗ്രസിന് ഇതുമാതിരി എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി വളരെ മിടുമിടുക്കനായ എല്ലാത്തിനും കഴിവുള്ളൊരു ചെറുപ്പക്കാരൻ, വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരൻ, നാളത്തെ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ ആവാനായിട്ട് കഴിവുള്ളൊരു കുട്ടി, അവനെ ഇങ്ങനെ അനാവശ്യം ഓരോ ശരി അവന് തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ അതെല്ലാം കോടതി തന്നെ നമ്മൾ ആരും വിധിക്കാൻ ആളുകളല്ല. എന്നിട്ട് അവന് കൊടുക്കാതെ വേറെ പാർട്ടിയിൽ നിന്ന് പ്രശ്നങ്ങളുമായിട്ട് തിരിച്ചു വന്ന് നമ്മുടെ കോൺഗ്രസിലോട്ട് വന്ന ഈ മറ്റ് 2 പാർട്ടിയിലെ ആളുകൾക്ക് സ്ഥാനം കൊടുക്കുന്നു, അവരെ മാറിയിട്ട് സ്വീകരിക്കുന്നു, അവർക്ക് MLA. അപ്പൊ എന്തുകൊണ്ട് രാഹുലിന് കൊടുത്തുകൂടെ? അപ്പൊ ഞങ്ങൾക്ക് പ്രതികരിക്കാനായിട്ട്, വീട്ടമ്മമാർക്ക് പ്രതികരിക്കാനായിട്ട് പ്രതിപക്ഷ നേതാവിനെ വിളിക്കാനോ ഇതേക്കുറിച്ച് ഞങ്ങളുടെ അഭിപ്രായം പറയാനോ ഞങ്ങൾക്ക് എവിടെ ഒരു മാർഗമുള്ളത്? വേറൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചോ, അതായത് തന്റെ ജീവിതകാലം മുഴുവൻ ഒന്ന് നടനായി നടന്നു, അല്ലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ കൂടെ നടന്നു, എന്നിട്ട് അവസാനം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി, എല്ലാം കഴിഞ്ഞൊരു നിസ്സാര പ്രശ്നത്തിൽ അത് പോയപ്പം അങ്ങനെയുള്ള ഒരു സത്തെടുത്ത കൊത്തിനെ കണ്ടോ അയാളെ കൊണ്ട് കഴക്കൂട്ടത്ത് മത്സരിപ്പിക്കാനായിട്ട് ഉള്ള ശ്രമങ്ങൾ നടത്തുകയാണ് കോൺഗ്രസ്. അതുപോലെ രമേശ് പിഷാരടിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു കോമഡി ആർട്ടിസ്റ്റ്, അയാൾ നടക്കുന്നു. അന്നേരം ആ ഒരു വില പോലും ഇയാൾക്കില്ലേ? അന്നേരം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഇത്രയും 10-20 വർഷം നടന്ന രാഹുലോ അല്ലെ രാഹുലിനെ പോലെയുള്ള എത്രയോ ചെറുപ്പക്കാന്മാർ ഈ പാർട്ടിയിലുണ്ട്. അവരെ ഒന്നും കൺസിഡർ ചെയ്യാതെ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ എടുക്കുന്ന ആ ഒരു നിലപാട് ഞങ്ങൾ ചോദിക്കുന്നത്. അത് തന്നെയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. മറ്റ് പാർട്ടികളിൽ നിന്ന് വരുന്നവരെ എല്ലാം സ്വീകരിച്ച് അവർക്ക് ഇതൊക്കെ കൊടുത്തു നിൽക്കുമ്പോൾ ഈ പാർട്ടിക്ക് വേണ്ടി അടിയിടിയും കൊണ്ട് ജയിലിൽ കിടന്ന് ഒക്കെ ആയി. ഇവന് ശരി കുറച്ച് ആരോപണം വന്നു, അതിനൊക്കെയുള്ള എല്ലാത്തിനും ജാമ്യം കിട്ടി. ഇപ്പൊ അത് ആരോപിച്ച് പെണ്ണുങ്ങൾ സ്ത്രീകളെ അറസ്റ്റിന് വേണ്ടി നടക്കുന്നുണ്ട്, ഇല്ലാത്ത കഥകളും എല്ലാം മെനഞ്ഞ് ചെയ്തവരാ. അപ്പൊ ഞാൻ പറയുന്നത് സാറിന് രാഹുൽ, ഞങ്ങൾക്കൊന്നും രാഹുലിനെ വിളിച്ചാലോ എടുക്കുകയോ സംസാരിക്കൊന്നുമില്ല. എങ്ങനെയെങ്കിലും കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ആഗ്രഹമാണ് വീട്ടമ്മമാരുടെ, അല്ലെങ്കിൽ ഈ നാട്ടിലെ എന്താ പറയുക, ഞങ്ങൾക്കുണ്ട് ആൺമക്കൾ, നാളെ ഞങ്ങളുടെ മക്കൾ ഇതുപോലെ കേസിൽ കൊടുക്കില്ല എന്ന് എന്ത് ഉറപ്പു അനാവശ്യമായ കാര്യങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടി രാഹുല് തിരിച്ചു വരട്ടെ. സാറിനൊക്കെ അവനോട് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വിളിച്ച് കോൺഗ്രസിന്റെ സ്വതന്ത്രനായി നിൽക്കട്ടെ. ജയിച്ചു പോകുമല്ലോ, പിന്നെ ഇവരുടെ ആരും കാല് പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു രാഹുൽ വെയിറ്റ് ചെയ്യുകയാണ്. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺഗ്രസ് പ്രവർത്തകനായി ചെറുപ്പകാലം മുതൽ തന്നെ നെഞ്ചിലേറ്റി വളർന്ന അയാൾക്ക് ഇപ്പോഴും ഇത്രയൊക്കെ സെറ്റ്ബാക്ക് ഏറ്റിട്ടും അയാള് ആ ഒരു പ്രതീക്ഷയോടെ ആയിരിക്കാം നിൽക്കുന്നത്. അവസാന നിമിഷം ഉറപ്പായും രാഹുൽ അപ്രകാരം ഒരു തീരുമാനം എടുക്കുമെന്ന് നമുക്ക് കരുതാം. കാരണം ഇപ്പോഴും ആ കുട്ടി കോൺഗ്രസ് കുറ്റം പറയുന്നില്ല.
പാർട്ടീനെ ഇപ്പൊ കുറ്റം പറയുന്നില്ല. ഇപ്പോഴും മരണം വരെ ബ്ലഡിൽ അതുണ്ട്, അതിനുവേണ്ടി നിൽക്കും അങ്ങനെ പറയണ ഒരു പാർട്ടിയിലെ കോൺഗ്രസിലെ ഒരു നേതാക്കളെയും കുറ്റം പറയുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോ, സാധാരണ എല്ലാവരും ഏത് പാർട്ടിയിലുള്ള നേതാക്കന്മാരായിക്കോട്ടെ ഇത്തരം ഒരു ആരോപണങ്ങൾ വരുമ്പോൾ അവർ ആദ്യമേ തന്നെ എന്തോ ഇതങ്ങ് നിഷേധിക്കും. രാഹുൽ തുടക്കം മുതൽ ശ്രദ്ധിച്ചോ, തന്റെ തല പോകുമെന്ന് മനസ്സിലാക്കിയിട്ട് പോലും അയാൾ ആ എടുത്ത നിലപാടിലും സ്റ്റാൻഡിലും തന്നെയാണ് അവസാന നിമിഷം വരെ. അയാൾക്ക് വേണം ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയായിരുന്നു, പറയാമായിരുന്നു. അയാള് ആ സമയത്ത് പോലും എന്താ പറഞ്ഞത്, ഞാൻ ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥകൾക്കെതിരെ ഉള്ള ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അന്നും പറഞ്ഞു, ഇന്നും അത് തന്നെ പറയുന്നു. ശരിയാണ്. ഇവരൊക്കെ എത്രയോ പേര് സാറേ ഇങ്ങനെ ചീത്ത രീതികളിലൊക്കെ പോയി നടന്നിട്ട് അതൊന്നും നമ്മൾ അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ. നമ്മൾ അതിനൊന്നും ഇടപെടാനോ ഇതിനൊന്നും നമ്മളാരും പുണ്യാളന്മാരോ ദൈവമൊന്നുമല്ല. അതിപ്പോ ഓരോരുത്തരുടെ സാഹചര്യങ്ങളിൽ നിന്നോ സമയങ്ങളിൽ നിന്നോ എന്തെങ്കിലും സമയത്തിന്റെ ഇതുകൊണ്ടോ ഇപ്പൊ ഓരോരുത്തർ വന്ന് അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ പറഞ്ഞ് അവൻ ഇടപെട്ടു, പിന്നെ അത് വേറെ രീതിയിലേക്ക് പോകാതിരിക്കുകയോ ചെയ്തോ നമുക്കറിയില്ല. അതിന് ഇത്രമാത്രം ഈ കുട്ടീനെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് കണ്ട എല്ലാവർക്കും, ഈവൻ സാധാരണ ജനങ്ങൾക്ക് പോലും, ഈവൻ മറ്റ് എതിർപ്പാർട്ടികളിലുള്ളവർക്ക് പോലും മനസ്സിലായി. പക്ഷെ ഇതുവരെ സതീശനും പാർട്ടികൾക്ക് മനസ്സിലായില്ല. അതെന്തുകൊണ്ട് അവർക്ക് മനസ്സിലാകാത്തത്? അവർക്ക് ഒരുപക്ഷെ നാളെ ഈ കുട്ടി വളർന്നു വന്നു കഴിഞ്ഞാൽ അവരുടെ സ്ഥാനം നഷ്ടപ്പെടുമെന്നോ അങ്ങനത്തെ. പിന്നെ ഇവൻ ഇത്രയും എടുക്കാനായി എല്ലായിടത്തും നിന്നും ഈ നശിച്ച പിണറായിയോടും അവരുടെ ഇവരോടൊക്കെ നേരിട്ട് സംസാരിക്കാനും എതിർക്കാനും കഴിവുള്ള കുട്ടിയാണ് ഈ രാഹുലും ഷാഫിയൊക്കെ. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ തുടക്കം മുതൽ തന്നെ ഒരു കാര്യം, അതായത് ഈ പിണറായി വിജയന്റെയും അതുപോലെ വി.ഡി. സതീശനും ഏറ്റവും ചങ്കാണ്. ഇവർ തമ്മിൽ കൃത്യമായ അന്തർധാരയുണ്ട്. ഇവരുടെ രണ്ടിന്റെയും ആവശ്യമായിരുന്നു ഇവനെ ഇല്ലാതാക്കുക എന്നുള്ളത്. കാരണം ഒന്ന്, സതീശനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇടതുപക്ഷത്തിന്റെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഇയാൾ സുരക്ഷകനാവും. അതായത് ഉമ്മൻചാണ്ടിക്ക് തുടർഭരണം കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്ന സമയത്ത് ഇയാളാണ് ഒരു പ്രതിപക്ഷത്തെക്കാളും കടന്ന് വിരളി പൂണ്ട് ഈ ഉമ്മൻചാണ്ടി അഴിമതിക്കാരനാണ് എന്ന് പറഞ്ഞ് കാറിക്കൂവി ഇടതുപക്ഷത്തിനുള്ള ആയുധം വിട്ടുകൊടുത്തത്. അതുപോലെ തന്നെ 2021 ഇയാള് ഈ ഫണ്ട് മുക്കി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി. ഇപ്പോൾ ഇത് കണ്ടോ, ഈ 10 വർഷത്തെ ഈ ഭരണവിരുദ്ധ വികാരം അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ അതിനെ ഡൈലൂട്ട് ആക്കാൻ പറ്റാവുന്ന രീതിയിൽ രാഹുൽ വിഷയം എടുത്തിട്ട് കൊടുത്തു. അതുപോലെ ശബരിമല വിഷയം ശരിക്ക് കത്തിക്കറി വന്നപ്പം അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും രാഹുൽ വിഷയം എടുത്തിട്ട് കൊടുത്തു. അന്നേരം ഈ തെരഞ്ഞെടുപ്പ് വരെ ഈ 10 വർഷത്തെ ഈ ഭരണവിരുദ്ധ വികാരം ഡൈലൂട്ട് ചെയ്യാൻ, ആളുകളുടെ ശ്രദ്ധ തിരിക്കാൻ, ഇത്തരത്തിലുള്ള ഈ കഥകളിലേക്ക് ആളുകളുടെ ശ്രദ്ധ തിരിച്ചു വിട്ടിട്ട് ഇവൻ നടക്കുകയാണ് ജാഥ, കേരള ജാഥ എന്നും പറഞ്ഞ്. സാറിനെ ഒക്കെ ഈ രാഹുലിനെ വിളിക്കാനോ കോണ്ടാക്ട് ചെയ്യാനോ പറ്റുമോ? അല്ല, ഞങ്ങൾ സാധാരണ, ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, ഞങ്ങൾ അങ്ങനെ വിളിക്കാൻ ശ്രമിക്കുന്നില്ല. കാരണം നമ്മുടെ എന്ന് പറഞ്ഞാൽ ഇത് രാഹുൽ എന്നുള്ളതല്ല. രാഹുൽ ഒരു പരിശുദ്ധനാണെന്നോ ഒന്നും ശ്രദ്ധിക്കാമല്ലോ. ഒന്ന് ഇയാളെ സംഘം ചേർന്ന് വേട്ടയാടുന്നു. ഇത് കൃത്യമായ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് മനസ്സിലാക്കി ഉള്ള ഒരു ക്യാമ്പയിൻ നമ്മൾ ചെയ്യുന്നത്. അന്നേരം അത് രാഹുലിന്റെ ചുമതലയാണ്. ഇനി നല്ല വിവരവും ഉള്ള ഒരു ചെറുപ്പക്കാരനായ അയാൾ കാര്യങ്ങൾ മനസ്സിലാക്കി. ഞാൻ ചെയ്യുന്ന എന്താ, ഒരു മീഡിയ പോലും ഈ വി.ഡി. സതീശൻ എന്ന് പറയുന്നവൻ സകല മാധ്യമങ്ങളെ വിലക്കെടുത്ത് ഒരു ഓർഗനൈസ്ഡ് ക്യാമ്പയിൻ രാഹുലിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്താ പറഞ്ഞാൽ എന്നാൽ കഴിയുന്ന രീതിയിൽ എന്റെ ഈ ഒരു ചെറിയ മാധ്യമത്തിലൂടെ ഞാൻ ശക്തമായി പ്രതികരിക്കുന്നു. അത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കെതിരെ 4 കേസ്, രാഹുലിനെതിരെ 3 കേസേ വന്നുള്ളൂ. എനിക്കെതിരെ 4 ജാമ്യമില്ലാ കേസുകൾ രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് നമ്മൾ അതിന് വേണ്ടി നിലനിൽക്കുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ഒന്ന്, ഇയാളെ കുരുക്കാൻ വേണ്ടി മനഃപൂർവ്വമുള്ള ഒരു തേൻകണിയായിരുന്നു, അതിന്റെ പിന്നിൽ സതീശനാണ് എന്ന് വ്യക്തമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇത് പറയുന്നത്. അതുകൊണ്ടാണ് മിഷൻ 250 എന്ന പേരിൽ നമ്മളൊരു ക്യാമ്പയിനായിട്ട് തന്നെ, അല്ലെങ്കിൽ നമുക്കെന്തോ ഈ വിഷയത്തിന്റെ പുറകെ നിൽക്കേണ്ട കാര്യം. പക്ഷെ നമ്മളിപ്പോ എന്താ ചെയ്യാൻ പറ്റാ? എങ്ങനെയെങ്കിലും ഈ കുട്ടി ഒന്ന് വന്ന് മത്സരിക്കാൻ വേണ്ടിയിട്ട് ഒരു തരത്തിലും എന്താ പറയാ, ഇതൊക്കെ കാണുന്ന ഇങ്ങനത്തെ രാഹുൽ കാണുന്നുണ്ടാവായിരിക്കും. കാരണം ഇങ്ങനെ ഒരാളെ നിരന്തരം ഒരു മനുഷ്യനല്ലേ, പിന്നെ അവർക്കും വലിയ കുടുംബം, അമ്മയും ഇതുപോലെ നമ്മളെയൊക്കെ പ്രസവിച്ച അമ്മമാരുള്ള പോലെ അവർക്കും ഇല്ല, അതിനും വലിയ ഒരമ്മയും ഇതും ഒക്കെ കുടുംബം എല്ലാരും. അവർക്ക് ഇങ്ങനെ വേട്ടയാടി ആ കുട്ടിയുടെ ഭാവി ജീവിതം എല്ലാം നശിപ്പിക്കാന്ന് വെച്ചാല് അപ്പൊ അതിനൊന്നും നിന്നു കൊടുക്കാൻ അപ്പൊ ഞങ്ങളുടെ പ്രതികരണം ഒന്ന് അറിയിച്ചതാ. ഞാൻ എനിക്ക് ഒറ്റ കാര്യം രാഹുലിനെ പറ്റി പറയാനുള്ളൂ. രാഹുലിന് കേരളത്തിൽ എവിടെയെങ്കിലും ഒരു സീറ്റ് കൊടുത്തില്ലെങ്കിൽ കോൺഗ്രസ് രക്ഷപ്പെടുകയല്ല. കോൺഗ്രസ് രാഹുലിന് കേരളത്തിൽ എവിടെ സീറ്റ് കൊടുത്താലും അവനോട് ജയിക്കുകയും ചെയ്യും. അതുകൊണ്ട് രാഹുൽ ഇല്ലാതെ ഒരു കോൺഗ്രസ് പാർട്ടി, അവൻ തെറ്റുകാരനല്ലെങ്കിൽ ഒരു കാരണവശാലും സീറ്റ് കൊടുക്കാതിരിക്കരുത്. എവിടെയെങ്കിലും നിർത്തിയില്ലെങ്കിൽ കോൺഗ്രസിന്റെ കാര്യം ഭയങ്കര കഷ്ടമായി പോകും.
i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.